ഈസ് മാസ്റ്റർബേഷൻ ഹാംഫുൾ? ഇത് സ്ഥിരമായിട്ട് എന്റെ DMൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും ഇതിനോട് ചോദിക്കാറുണ്ട്. ലെറ്റ്സ് ക്ലിയർ ഇറ്റ് ടുഡേ. മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള, ഇത് ഒരിക്കലും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ഹാംഫുൾ, നോട്ട് അറ്റ് ഓൾ. ആൻഡ് പലവരുടെ ഇത് ക്വസ്റ്റ്യൻ ഹെൽത്ത് ബേസും ആൻഡ് എക്സസൈസ് ആൻഡ് ഫിറ്റ്നസ് ബേസ്ഡും വരാറുണ്ട്. ലെറ്റ്സ് ക്ലിയർ ഇറ്റ്. നോർമലി നമ്മൾ പറയാറുണ്ട്, എനിത്തിങ് ഇസ് done over, it can be dangerous. So, if you are overdoing it, then it can be harmful. Otherwise, normal range ഇത് ചെയ്ത് it will be helpful. It will help you to get relaxed. It will make you happy. But ഇത് ഓവർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഹാമ്പർ ചെയ്യും. ഹാമ്പർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പലരും വരാറുണ്ട് എന്റെ അടുത്ത്. ഇപ്പൊ എന്റെ ക്ലയൻസ് ആണെങ്കിൽ തന്നെ ഓൺലൈൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ, ജിമ്മിലായിക്കോട്ടെ, പലരുടെയും ഒരു ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ പരാതികൾ പറയാറുണ്ട്. ലൈക്ക് ദേ ആർ ഫീലിംഗ് വീക്ക്, ലോ എനർജി, ആൻഡ് അത്രയും വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ അത്രയും പവർ കിട്ടാറില്ല, പെട്ടെന്ന് തളർന്നു പോവുക, ഫട്ടീഗ് ആൻഡ് ഓൾ തിങ്. ദിസ് ഇസ് സൈൻ നിങ്ങൾ ഓവറായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ എനർജി നിങ്ങളുടെ ബോഡിയിൽ നിന്ന് പോവുകയാണ്. ആൻഡ് സംടൈംസ് ഇറ്റ്സ് നെസസറി ഇഫ് യു ആർ അലോൺ, ഇഫ് യു ബാച്ചിലർ, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഇല്ലെങ്കിൽ, then there's no option for you. You have to do it by yourself. I asked them, ഇത് ഇവരുടെ ഫ്രീക്വൻസി എത്രയാണ്, വീക്ക്ലി എത്രയാണ്, ഡേ എത്രയാണ്. സോ ഈ മിക്ക ആളുകളുടെയും ഇത് ഓവർ ആയിരിക്കും, കൂടുതലായിരിക്കും. I tell them to reduce the frequency. അതിന്റെ ക്വാണ്ടിറ്റിയും ഫ്രീക്വൻസിയും കുറയ്ക്കുക. അവരുടെ എനർജി തിരിച്ച് റീഗെയിൻ, അത് അവർക്ക് ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ലൈക്ക് എക്സസൈസിലാണെങ്കിൽ പോലും അവർക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം. ആൻഡ് ഡേ ടു ഡേ ആക്ടിവിറ്റിയിലായിരിക്കും അവർക്ക് അത്ര ടയർഡ്നെസ് ഫീൽ ചെയ്യത്തില്ല, എനർജറ്റിക് ആയിരിക്കും. ദാറ്റ്സ് വാട്ട് ഐ ടെൽ ദം. ഈ ഫിറ്റ്നസ് വരുമ്പോൾ ചോദ്യമാണ്, മാസ്റ്റർബേറ്റ് ചെയ്ത് ഗ്രോത്ത് ഉണ്ടാവത്തില്ലയോ? അങ്ങനെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാമ്പർ യുവർ വർക്ക്ഔട്ട്സ് ഓർ മസിൽ ഗ്രോത്ത്. അങ്ങനെ മസിൽ ഒന്നും പോകത്തൊന്നുമില്ല. ഇറ്റ് സിംപ്ലി ഹാപ്പൻസ് ദാറ്റ് നിങ്ങളുടെ എനർജി കുറവാണ്. ആ എനർജി കുറയുന്നുണ്ട്, നിങ്ങൾക്ക് അധികം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മസിൽസ് ഷ്രിങ്ക് ആവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ബിക്കോസ് നിങ്ങൾ പുഷ് ചെയ്യാതെ നിങ്ങളുടെ ഒരു മാക്സിമം എഫേർട്ട് ചെയ്താൽ അവിടെ മസിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സമയത്ത് കുറവാണ്. ബട്ട് നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്യുവാണ്, യു ആർ കൺട്രോളിങ് ഇറ്റ്. എനർജി നിങ്ങൾ സേവ് ചെയ്യുകയാണ്. സോ അത് നിങ്ങളുടെ വർക്ക്ഔട്ട്സിനെ വളരെ ഇംപ്രൂവ് ചെയ്യും. യു വിൽ ബി മോർ എനർജറ്റിക്, യു ഹാവ് മോർ ബെറ്റർ പെർഫോമൻസ് ഇൻ യുവർ വർക്ക്ഔട്ട്സ്. അത് നിങ്ങളുടെ മസിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിക്കോട്ടെ, മസിൽ ഗെയിൻ ചെയ്യാനായിക്കോട്ടെ, ഇതിനെല്ലാം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഐ വിൽ സജസ്റ്റ് ഡു മാസ്റ്റർബേഷൻ, ബട്ട് ഇൻ എ low frequency, in my opinion. Let's just say ejaculation. ഈ ഇജാക്കുലേഷൻ മെയിൽസിന് ആവശ്യമാണ്. ആഫ്റ്റർ ആ പീരീഡ് ഓഫ് ടൈം നമുക്ക് ഒരുപാട് നാളത് അങ്ങനെ ഉള്ളിൽ കടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കുറെ ഫ്രസ്ട്രേഷൻസോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അത് പല രീതിയിലായിരിക്കും പുറത്തു വരുന്നത്. സോ ഇറ്റ് ഈസ് നെസസറി ടു കം ഔട്ട്. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ടു ഈ ഇജാക്കുലേഷൻ ബോഡിയിൽ നിന്ന് ഉണ്ടാകണം. പെണ്ണുങ്ങൾക്ക് അങ്ങനെ അത്രയും ഒരുപാട് പ്രശ്നം വരാറില്ല, ആണുങ്ങൾക്കാണ്. കാരണം വി ആർ ഡിഫറെന്റ്. അതുകൊണ്ട് ഇറ്റ്സ് നെസസറി. സംടൈംസ് പലരുടെ ഒരു എന്താ പറയുക ആർഗ്യൂയിങ് പോയിന്റ് ആയിരിക്കാം, എല്ലാവർക്കും അങ്ങനെ പ്രശ്നമില്ലല്ലോ, പലരും മെഡിറ്റേഷനോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഒരു കുഴപ്പം വരാറില്ലോ എന്നൊക്കെ. അവർക്ക് കുഴപ്പം വരാത്തതിന്റെ റീസൺ ബിക്കോസ് ദേ ആർ ബിൻ പ്രാക്ടീസിങ് ഇറ്റ് അ ലോട്ട്. ആ ഒരു എനർജിയെ അവരുടെ ബോഡിയിലോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവർക്കറിയാം. ബട്ട് നോർമലി ജോലി ചെയ്യുന്നവർക്കും നോർമൽ പേഴ്സൺസിലും ഇതൊന്നും അറിയാത്തവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ആ എനർജി ഹാർനസ് ചെയ്യാനറിയില്ല. ഈ യോഗിക് നമ്മൾ പറയുമല്ലോ ഹാർനസ്, ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ദം. നോർമൽ പേഴ്സൺസ്, വർക്കിംഗ് പ്രൊഫഷണൽ, ഫിറ്റ്നസ് പ്രൊഫഷണൽ, ഇവർക്ക് ഒരു എനർജി ഹാവ് ടു കം ഔട്ട് ത്രൂ masturbation, or it will be by sex with your partner. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. സോ യു ഹാവ് ടു ejaculate by any means, through masturbation or by sex with your partner. I hope ഈ ഒരു ഡൗട്ട് പലർക്കും ഇപ്പൊ ക്ലിയർ ആയി കാണും. മാസ്റ്റർബേഷൻ വിൽ നെവർ ഹാമ്പർ യുവർ വർക്ക്ഔട്ട്സ്. അതൊരു തെറ്റായ ഒരു കാര്യമേ അല്ല. യു ക്യാൻ ഡു ഇറ്റ്, ബട്ട് ഇൻ എ ലിമിറ്റഡ് ഫ്രീക്വൻസി കുറയ്ക്കുക. ഈ വീഡിയോ സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക.
എസ്പെഷ്യലി ഇങ്ങനത്തെ ആർക്കെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഷോ ദിസ് വീഡിയോ, അവർക്കൊരു ഹെൽപ്ഫുൾ ആകട്ടെ. താങ്ക് യു.